അപ്പൊ എന്തായാലും ഞങ്ങൾ കണ്ടപ്പോ ഒരു നല്ല സിനിമ കണ്ടിട്ട് വന്നെ ഒരു കഥ പറയാന്ന് പറഞ്ഞൊരു സിനിമ കണ്ട്. അണ്ണൻ കണ്ടില്ല പടം? ഒരു കഥ പറയാം എന്നൊരു സിനിമ ഇപ്പൊ വനിതാ വിനീത കളിക്കേണ്ട നല്ലൊരു മൂവിയാണ്. അതൊരു പുതിയൊരു നായകൻ സംവിധായകൻ വരികയാണ്. അപ്പൊ നല്ല അത്യാവശ്യം നല്ലൊരു റിച്ച് ഉള്ളൊരു സിനിമയാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളോട് വന്നത്. അതിനു മുമ്പ് ഈ അടുത്ത കാലത്ത് ആളുകൾ കുറെ ചിരിച്ചൊരു സംഭവം നമ്മുടെ പെരേര പ്രേക്ഷകർക്ക് വേണ്ടി അവതരിപ്പിക്കും. നമ്മുടെ മമ്മൂക്കാടെ പട്ടണത്തിൽ ഭൂതം എന്ന് പറയുന്ന സിനിമ കണ്ടോ? ആഗ്രഹോടെ കണ്ടോ? ഒരു മിനിറ്റ്, കണ്ടോ ഇല്ലയോ? കണ്ടോ? അതിനകത്ത് ഒരു ചെറിയ പെർഫോമൻസ് നമ്മുടെ പെരേര, കുറച്ച് ഒരു ഇടവേളയ്ക്ക് വേണ്ട, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശ വേണ്ടേ? അപ്പൊ ആ പെരേര ഭൂതത്തിന്റെ സൗണ്ട് പ്രേക്ഷകർക്ക് വേണ്ടി അത് ചെയ്യാം. അതിനു മുമ്പ് നമുക്ക് ഈ അടുത്ത് ഉള്ള ഒരു സംഭവത്തെ പറ്റി പറയാം. ചെറിയൊരു സംഭവം, നല്ല സംഭവം. അപ്പോ നമ്മള് ഇന്ന് മറ്റേ ഒരു കഥ പറയുന്ന നേരം എന്ന സിനിമ പ്രൊമോട്ട് ചെയ്തിരുന്നു. നമ്മളിപ്പോ വിളിച്ചിട്ട് പ്രൊമോട്ട് ചെയ്തതാണ്. അപ്പോ ആ പടം മാത്രമല്ല നമ്മൾ പ്രൊമോട്ട് ചെയ്ത ഓൺലൈൻ ഫേസ്ബുക്ക് വഴി, ഓൺലൈൻ വഴി എനിക്ക് ഫേസ്ബുക്ക് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്. അതുവഴി ഞാൻ DNA, ഗർ സിനിമ, പിന്നെന്താ മുറിവ്, എല്ലാ സിനിമയ്ക്കും പോസ്റ്റ് ഇടാറുണ്ട്. എനിക്ക് വേണമെങ്കിൽ ഒരു കഥ പറയുന്ന നേരത്തിന്റെ മാസം പോസ്റ്റ് ഇടാം. മനസ്സിലായോ? എനിക്ക് സിനിമയോട് സ്നേഹമുണ്ട്. സിനിമ ഇൻഡസ്ട്രിയിൽ എല്ലാം വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും എന്നോട് ഇങ്ങോട്ട് അട്രാക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നില്ല. മനസ്സിലായില്ലേ? അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ വിളിച്ച് പടം കാണിക്കുക എന്നുള്ള രീതി ഇല്ലായിരുന്നു. ഗറിന്റെ ടീം എന്നെ വിളിച്ചില്ല, പിന്നെ DNA ടീം എന്നെ വിളിച്ച് കോണ്ടാക്ട് ചെയ്തില്ല റിവ്യൂ പറയണമെന്ന് പറഞ്ഞു. മനസ്സിലായി? നമ്മള് മറ്റേ കഥ പറയുന്ന നേരത്തിന് ടീം വിളിച്ചു, അവരുടെ വർക്ക് ചെയ്തു, കറക്റ്റായിട്ട് റിവ്യൂ പറഞ്ഞു പോകുന്നു. മനസ്സിലായി? ഭൂതത്തിന്റെ ചെയ്യാം നമുക്ക്. അടച്ചേട്ടാ, ഭൂതം അറിയാവോ ഏതാന്ന്? ഏതാ? ആ പട്ടണത്തിലെ ഭൂതത്തിലെ മമ്മൂക്കാന്റെ ഒരു കുട്ടിത്തം എന്നൊരു ക്യാരക്ടർ ഉണ്ട്. മമ്മൂക്കയുടെ ഒറിജിനൽ സൗണ്ട് അല്ല, മമ്മൂക്ക തന്നെ ഡബ് ചെയ്ത ഒരു പടമാണ് പട്ടണത്തിലെ ഭൂതത്തിലെ ആ സൗണ്ട്. ഇതാണല്ലേ ചിമ്മിയെങ്കിൽ ആള് കൊള്ളലാണല്ലോ, ഭൂതങ്ങൾക്ക് 5000 വയസ്സ്. പിന്നെ കുപ്പിയിലാക്കണ പിണ്ണാക്കോ? പിണ്ണാക്കോ അതെന്താ സാധനം? തലയിൽ പിണ്ണാക്കെന്ന് കേട്ടിട്ടുണ്ട്. അത് നിന്റെ തലയിൽ പിണ്ണാക്കായിട്ടാ? എന്താ സാധനം? അടിപൊളി ഇടിമഴ പടവിളി നടുവിൽ പട്ടണഭൂതം ഞാൻ. അടിപൊളി പടവടി നടുവിൽ പട്ടണഭൂതം ഞാൻ. ഞങ്ങൾക്ക് ഭൂതം കൊമ്പം ശരിമടിമേ. അപ്പോഴേക്കും പണിയോ? എന്തിനെന്നെ സ്മരിച്ചാ ഞാൻ വരും. ഒരു ചോദ്യം പോലെ ചോദിക്കാൻ ആദ്യമായിട്ട് ആങ്കർ നന്നായിട്ട് ഡാൻസ് ചെയ്യും. അല്ല, ആങ്കർ നന്നായിട്ട് ഡാൻസ് ചെയ്യും. കഴിഞ്ഞ ദിവസം നമ്മുടെ അങ്കിതയുടെ കൂടെ ഒരു ഡാൻസ് കളിച്ചല്ലോ, നമ്മുടെ മായമ്മ നടിയോടോ. എങ്ങനെ തോന്നി? എന്ത് തോന്നി ആ ഡാൻസ് കളിച്ചപ്പോ? സാധാരണ ആങ്കർമാർക്കൊപ്പം ഡാൻസ് കളിക്കാനായിട്ട് നടിമാര് അധികം നിക്കാറില്ല. ആങ്കർമാർക്കൊപ്പം അത് എങ്ങനെ തോന്നി? അങ്കിത നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പൊ സംസാരിച്ചപ്പോ ആള് കളിക്കാൻ നമ്മളെ സംസാരിക്കാൻ വേണ്ടി ആങ്കർക്ക് കൊടുക്കുക. നമ്മൾ എത്രയും നേരം നമ്മള് ആങ്കറെ ഇന്റർവ്യൂ കൊണ്ടിരുന്നത്. ശരിക്കും ആങ്കർ നമ്മളെ ഇന്റർവ്യൂ ഉണ്ട്. ആങ്കർ കൊടുക്കാം. സോറി